സഗുരുഭ്യോ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ എന്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഗുരുപരമ്പരയുടെ പദകമലങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദങ്ങളിലും ജ്ഞാനഗുരുവായി നമ്മെ അനുഗ്രഹിച്ചരുളുത്ത ഭഗവാൻ സുബ്രഹ്മണ്യന്റെ പാദപത്മങ്ങളിലും ആ ധന്യസങ്കല്പം കൊണ്ട് ധന്യതയാർജിക്കുന്ന നിങ്ങളുടെ മനസ്ഥിതിയിലും ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളെന്നോണം അർപ്പിച്ചുകൊള്ളട്ടെ. വന്നെത്തുന്നതിനൽപ്പം വൈകിപ്പോയി. കാരണം വ്യവഹാരവും പൂജയും കൂടിക്കലർന്ന ജീവിതത്തിന്റെ ഒരു ഭാഗം അഭിനയിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രം കുറച്ച് വൈകിപ്പോയി. യോഗം ഒരു 3 യോഗം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 3 യോഗത്തിന്റെ സമയം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയും പകലും മുഴുവനും സഞ്ചരിച്ച് മധുര മുതൽ തുടങ്ങി ഇവിടെ വന്നെത്തുന്നതിനിടയിൽ അല്പം പോലും 1 മണിക്കൂർ പോലും റെസ്റ്റ് എടുത്തിട്ടില്ല എന്ന് പറയുന്നത് താമസിച്ചതിന്റെ ഒരു പരിഹാരമായി ഞാൻ അവകാശപ്പെടുകയല്ല. എങ്കിലും കടന്നുപോയ സമയങ്ങളിലെ മ്ലാനതയും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ സമൂഹത്തിലെ പല മണ്ഡലങ്ങളിലും വന്നു കയറിയിട്ടുള്ളത് മറക്കാവുന്നതുമല്ല. അക്കാര്യങ്ങൾ പിന്നീടാകട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഈ വരുന്ന ഏപ്രിൽ മാസം 16-ാം തീയതി ഹനുമൽ ജയന്തി ദിവസമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സേവിക്കുന്നതിൽ, പൂജിക്കുന്നതിൽ, ആ പദകമലങ്ങളിൽ സദാപി നാമങ്ങൾ ഉച്ചരിച്ച് സ്വയം അർപ്പണം നടത്തുന്നതിൽ അതുപോലൊരു കർമ്മയോഗിയെ, അതുപോലൊരു ദാസനെ, അതുപോലെ ഒരു ആത്മാരാമനെ ലോകത്തെങ്ങും കാണുവാനാവില്ല. ലോകത്തെ ഒരു സാഹിത്യത്തിലും ഉദാഹരിക്കാൻ കഴിയാത്തവണ്ണം മാതൃകയാക്കേണ്ട സേവനത്തിന്റെ അതിമഹത്തായ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഹനുമാൻജി ഇന്നും ലോകത്തിന് കേവലം ഒരു കാലഘട്ടത്തിന്റെ മിഥോളജി അല്ലെങ്കിൽ കെട്ടുകഥയുടെയോ വിശ്വാസ പ്രമാണത്തിന്റെയോ അല്ലാതെ നിങ്ങളെ കാണും പോലെ കാണാവുന്ന രീതിയിൽ ജീവിക്കുന്നു. നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു, സമൂഹത്തിൽ ജീവിക്കുന്നു. 2-3 ആഴ്ച മുമ്പ് ആശ്രമത്തിലെ ജ്യോതിക്ഷേത്രം പണിതീർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പണിതീരുന്ന 108-ാമത്തെ അടികളിൽ എത്തുമ്പോൾ അവിടെ സ്വല്പം സേവിച്ചുകൊണ്ടുവരുന്ന ചില മാന്യന്മാർ ഇന്നത്തെ പുരോഗതിക്ക് ജോലിക്കാരിലും ഉണ്ടായിരുന്നു. അയാള് ആശ്രമത്തിൽ വരാതെ അവിടെ നിന്ന് ജോലി ചെയ്ത് പോട്ടെ, അവരുടെ ഇഷ്ടം നടന്നോട്ടെ, നമുക്ക് പറയാൻ കാര്യമില്ല. എങ്കിലും ഒരു ദിവസം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ശതകോടി അർച്ചന നടന്നപ്പോ ആ മഹാക്ഷേത്രത്തിന്റെ മുകളിൽ പൂർത്തിയാകാത്ത ആ സ്തൂപിക സ്ഥാപിക്കേണ്ട വാതായനത്തിൽ കൂടി, സ്ഥലത്തിൽ കൂടി അതിദിവ്യമായ ഒരു ജ്യോതിസ് ഇറങ്ങി വന്നു. അനേകം ഫർലാങ്ങുകളപ്പുറത്ത്
കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് ആ മഹാപ്രഭയുടെ വെളിച്ചം വിതറി. അടുത്തു ചുറ്റും നിന്നിരുന്ന മരങ്ങളിലെയും ചെടികളിലെയും ഇലകളുടെ ഉള്ളിലിരിക്കുന്ന ഞാരും ഞരമ്പും അതിന്റെ നിഴലുകളിൽ കൂടി കാണാൻ തക്കവണ്ണം ആ മഹാചൈതന്യം ആ ദ്വാരത്തിൽ കൂടി താഴത്തേക്ക് ഇറങ്ങി വന്നു. 3000-ൽ പരം അർച്ചകർ അർച്ചന നടത്തിക്കൊണ്ടു നിന്നിടത്തു നിന്ന് എണീറ്റ് അമ്മയെ നിലവിളിച്ചുകൊണ്ട് കണ്ണുനീരൊഴിച്ചുകൊണ്ട് നമസ്കരിച്ച് നിർവൃതി നേടി. അവിശ്വാസികളെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം ആ ദീപം മറഞ്ഞു. എല്ലാവരും വീണ്ടും അമ്മയെ ഒന്നുകൂടി വരണേ എന്ന് കേണപേക്ഷിച്ചു. വീണ്ടും അതേ സ്ഥാനത്ത് ആ പ്രകാശം ജ്വലിച്ചു. അവിടെ നിന്ന് വീണ്ടും ഉയരത്തിലേക്ക് പോയി ഈ കിലോമീറ്ററോളം പൊക്കത്തിലെത്തി അനേകം മൈലുകൾക്കപ്പുറത്തുള്ളവർ ഈ ദീപം എന്തെന്നറിയാൻ ആശ്രമത്തിൽ വന്നിരുന്നു. വീണ്ടും അവിടെ അതില്ലാതായി താഴത്തേക്ക് പ്രകാശിച്ചുകൊണ്ട് വീണ്ടും വന്നു. ഇങ്ങനെ 3 തവണ അവിശ്വാസികളെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം അറിഞ്ഞുകൊണ്ടുവന്ന നിലയിൽ അമ്മയുടെ ജ്ഞാനസ്വരൂപിണിയായ ചൈതന്യസ്വരൂപിണിയായ ശിവശക്തി ഐക്യസ്വരൂപിണി എന്ന് പറയുന്ന ആ ദേവീ സങ്കല്പത്തിന്റെ മാതൃത്വം പ്രകാശസ്വരൂപിണിയായി പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ആ മന്ദിരത്തിന്റെ ജ്യോതിക്ഷേത്രത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇത് കണ്ട ആയിരങ്ങൾ അന്ന് നിലവിളിച്ചുകൊണ്ട് ആ കീർത്തനങ്ങൾ പാടി അമ്മയെ സ്തുതിച്ചുകൊണ്ട് അന്ന് ഉറങ്ങാതെ തന്നെ കഴിച്ചുകൂട്ടി എന്ന് വേണം പറയാൻ. അവർക്ക് ഉറക്കം ആവശ്യമായി തോന്നിയില്ല. അവർക്ക് ക്ഷീണം അനുഭവപ്പെട്ടില്ല. ആ സ്മരണ എന്നെന്നും ജീവിതത്തിന്റെ ചൈതന്യമായി നിലകൊള്ളുന്നു എന്നുള്ള സങ്കല്പത്തോടെ ഇന്നും അനേകം ആയിരങ്ങൾ അനേകം ലക്ഷങ്ങൾ അതിന് കൂപ്പുകൈയോടെ കാത്തിരിക്കുന്നു. ആ സമയത്തിലാണ് നമ്മളിപ്പോ വീണ്ടും ശതകോടി സമാരംഭിക്കുന്നത്. അമ്മയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ ആ മഹൽ സാന്നിധ്യം ഇനിയും ഉണ്ടായിക്കൂടുന്നില്ല. എങ്കിലും നമുക്ക് അവകാശപ്പെടുവാനോ ആവശ്യപ്പെടുവാനോ ഉള്ള പരിശ്രമത്തിൽ അപേക്ഷിക്കാനും സമർപ്പിക്കാനുമുള്ള കഴിവുകളല്ലാതെ മറ്റൊന്നും അർഹിക്കുന്നില്ല എന്നുള്ളത് വേണം പറയേണ്ടത്.